ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വിൻ്റർ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെയും മക്കളുടെയും റുട്ടീനും അതോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ടിഫിനും സ്നാക്കിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ടിഫിന് മക്കൾക്ക് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ എക്സാക്ട് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അല്ല, എൻ്റേതായ ഒരു ട്വിസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ചെമ്മീൻ ഞാൻ വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് പുരട്ടി വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് അത് ഞാനവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. തലേദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ഒരു സവാള, കുറച്ച് ഗ്രീൻ പീസ്, ഇതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. നമുക്കപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അങ്ങനെ ആകെ മുരിഞ്ഞ് ഭയങ്കര ഹാർഡ് ആവണ്ട, എന്നാൽ വേവുകയും വേണം. വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം, വേണമെങ്കിൽ 2 പീസാക്കാം നമുക്ക്. ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ടും ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 1 കപ്പ് ഫ്രൈഡ് റൈസിനുള്ള അളവിനാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാം. നീളം കൂടിയ ഫ്രൈഡ് റൈസിന് വേണ്ടി നീളം കൂടിയ അരിയാണ് ഞാൻ എടുക്കുന്നത്. അത് വാഷ് ചെയ്ത് അവിടെ ഞാൻ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ വേവിച്ച അരി ഊറ്റിയെടുക്കുക ചെയ്യണേ. അപ്പോൾ കുറച്ച് അധികം വെള്ളമായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരി നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:45. അപ്പോൾ ഞാൻ ഇസേനും റോസുവിനും എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. എഴുന്നേറ്റ് വന്ന് ഒരു 7 മണിയാകുമ്പോൾ അവരിരുന്ന് ചായയോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കും ആ സമയം കൊണ്ട്. പിന്നെ എന്തെങ്കിലും പഠിക്കാൻ ബാക്കി പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരം കൊണ്ടാണ് പഠിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഒരു 7:30 7:45 ആകുമ്പോഴേക്കും അവർ ഫ്രഷ് ആവാനായിട്ട് പോവും. കാരണം റെഡിയായി എല്ലാം വരുമ്പോഴേക്കും ഫുഡെല്ലാം സെറ്റായിട്ടുണ്ടാവണം. ായിട്ട് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണത് മാമോഴത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഷാമ്പു മാമോഴത്തിൻ്റെ കൊക്കോസോഫ്റ്റ് ഷാമ്പു ആണ് യൂസ് ചെയ്യണത്. കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളതാണ്. മെയ്ഡ് സേഫ് ബ്രാൻഡാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമോഴത്ത്. അതോടൊപ്പം തന്നെ ഇത് ടേമറിക്കും അതുപോലെ കോക്കനട്ട് മിൽക്കാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കണ്ണിന് എരിച്ചിലോ കാര്യങ്ങളോ ഒന്നും വരണ ഒരു ഷാമ്പു അല്ല, ടോക്സിക് ഫ്രീ ആണ്. അതുപോലെ നല്ല പാക്കേജിങ് ആണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് മിൽക്കും ടേമറിക് ആയതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഇനീഷ്യേറ്റീവ് എന്നൊരു കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് പകരമായൊരു പ്ലാന്റ് അവർ നടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ മാമോഴത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഗുഡ്നെസ് ഇൻസൈഡർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും കൂടി അവർ കൊടുക്കുന്നുണ്ട്. അതിൽ ഫ്രീ ഗിഫ്റ്റുകളും അതുപോലെ തന്നെ സെയിലും ഓഫേഴ്സൊക്കെ കുറച്ചും കൂടി നമുക്ക് കിട്ടും അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഇനി മാമോഴത്ത് വെബ്സൈറ്റും ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹെൽന 2022 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഇനി അവിടെ നല്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്രൈ, നൈക്ക, പേർപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ള വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ മാമോഴത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങാൻ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം മുടി ഒന്ന് നനച്ചു കൊടുക്കും. മക്കളുടെ തലമുടിയുടെ അളവനുസരിച്ച് ആവശ്യത്തിന് ഷാമ്പു എടുക്കുക. കുറേ വേണ്ട. അത് കഴിഞ്ഞ് നന്നായി അതിങ്ങനെ ആക്കി നല്ല പതയാക്കിയ ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓയിലിങ് തലമുടിയിൽ നന്നായി ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഷാമ്പു യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ ചോറ് ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യാം. നേരത്തെ നമ്മൾ ഓയിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഓയിലിൽ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്ത് ഒന്നിങ്ങനെ മൊരിയിച്ചെടുത്തു. അതിനുശേഷം ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തത് കനം കുറച്ച് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ക്യാരറ്റും അതേ അളവിൽ തന്നെ 1/4 കപ്പിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, ഫ്രോസൺ ഗ്രീൻ പീസ്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ചെമ്മീന് പകരം ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാമൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഫുള്ള് വെന്ത് കുഴയരുത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുകയാണ്. സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഏതാണ്ട് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന
ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീനോ നമുക്ക് ചിക്കനോ നമുക്ക് ഇതിന് പകരം ചേർക്കാം. അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇവർ കഴിക്കും, എടുത്ത് കളയാതെ തന്നെ കഴിക്കുന്ന വെജിറ്റബിൾസാണ് ഞാൻ കൂടുതലും ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിക്കുക. അപ്പോൾ എന്തായാലും ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ടോളൂ കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നന്നായി ഡ്രൈ ആയി അതും കൂടി ചേർത്തിട്ട് പതുക്കെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ ഇട്ട് കയ്യിലുകൊണ്ട് ഇളക്കി ഇതാക്കരുത്, പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എക്സാക്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ പോലെയല്ല. ഇനി ഇതിൽ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയത് എന്താണോ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഒരു കറിയും ഇതിന് ആവശ്യമില്ല കേട്ടോ, നല്ല ഫ്ലേവറാണ്. ഇതിങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നെ വേണമെങ്കിൽ നമുക്ക് സലാഡ്, തൈര് വെച്ചിട്ടൊരു സലാഡ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചില്ലി ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി, പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഞങ്ങൾ സേവ് ചെയ്യുമ്പോൾ സാധാരണ വീട്ടിൽ വൈകുന്നേരമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ടാണ് മക്കൾ രണ്ടുപേരും ഇങ്ങനെ, നമ്മൾ ബിരിയാണിയൊക്കെ ഹോട്ടലിലൊക്കെ കിട്ടില്ലേ അതുപോലെയാണ് നമ്മൾ സെർവ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ടിഫിനിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണ്ട, വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാം. പക്ഷേ സ്കൂളിലെത്തുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ടിഫിനുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സൈഡ് ബൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് ദോശയ്ക്കുള്ളത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാച്ചണം. അപ്പോൾ ചെറുപയർ കറിയും ഗോതമ്പ് ദോശയും കൂടിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം റോസുവിന് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ, ഫാഷൻ ഷോ പോലെ എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലുള്ള ആളുകളുടെയൊക്കെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ സെലക്ട് ചെയ്തവർ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആ കോസ്റ്റ്യൂമിലൊക്കെ റെഡി ആക്കിയിട്ട് എനിക്ക് അവൾ സ്കൂളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എനിക്കും പോകണം അവരുടെ ഒപ്പത്തിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് അവരുടെ ഒപ്പത്തിന് കഴിച്ച് എന്താ പറയുക മാറി നമുക്ക് ഒരുമിച്ചാണ് പോവേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും ആക്കിയത്. കാരണം ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റിയുമാണ്. എന്നാൽ നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ ഫുൾ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ട്രൈ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് വേഗം കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവൾക്ക് കളർ ഡ്രസ്സ് ഡീക്കണം, കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ വരാനായിട്ട് ഒരു അരമണിക്കൂർ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ മോൾക്ക് കിട്ടിയ കോസ്റ്റ്യൂം ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരായിട്ടാണ് അവൾ ഡ്രസ്സ് ചെയ്തിരിക്കണേന്ന്? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടാ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം ആരായിട്ടാണ് ഡ്രസ്സ് അത് ചെയ്തതെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ മോളൊരു സൽവാറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ തലയിലൊരു ഷോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ടിരിക്കുന്നത് ഫുള്ളും ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബാംഗിൾസ് മാലയും അതുപോലെ തന്നെ കമ്മൽ, പിന്നെ നെറ്റിയിലൊരു ചുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സുകുട്ടി ഡാൻസ് കളിച്ചപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് അവളെ റെഡിയാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേക്കപ്പ് സുകുട്ടിയാണ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് എന്താ പറയുക ലേശം ഫേസ് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി പൗഡറും ലിപ്സ്റ്റിക്കും ഐലൈനറും അതൊക്കെ ഇട്ട് നമുക്ക് ഇത്തിരി സ്റ്റേജ് ഷോ ആണല്ലോ, അപ്പോൾ ഇത്തിരി മേക്കപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പിങ്ക് കളറിൽ ഐ ഷാഡോ അതുപോലെ ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ ചിലപ്പോൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ പറക്കും തളിക സിനിമയിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കില്ലേ, ഒരു കല്യാണത്തിന് ഒരാളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പോകില്ലേ, ആ സീൻ ഓർമ്മ വരും എനിക്ക്. സത്യം ചിരി വരും. അതൊക്കെ എന്തൊരു തമാശ സിനിമകളാണല്ലേ. അപ്പോൾ എന്തായാലും റോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവളായിട്ടുണ്ടായിരുന്നത് പഞ്ചാബി ഗേളായിരുന്നു, പഞ്ചാബി പെൺകുട്ടിയായിട്ടാണ് അവൾ ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കാതെയാണ് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഇച്ചക്കുട്ടിയുടെ ഒരു ചുരിദാറായിരുന്നു, അത് ഞാൻ ഫുള്ളി ചെറുതാക്കി അതുപോലെ തന്നെ എൻ്റെ ഒരു ഷോളൊക്കെ വെച്ച് പെയർ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഐഡിയയിലൊക്കെ ചെയ്തതാണ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട്. പക്ഷേ ഒക്കെ മാറിയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫാഷൻ ഷോ പോലെയൊക്കെ നടന്നൊക്കെ വന്നു. പിന്നെ വേറെയും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനതെല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടി നോക്കണം. അവർക്ക് വീഡിയോയിൽ നമ്മളങ്ങനെ മറ്റുള്ള കുട്ടികളും നമ്മളങ്ങനെ നമ്മളുടെ പോലെ തന്നെ വരണം എന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ 1 മണിയായപ്പോൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ റൈസ് ഉണ്ടല്ലോ, ഫ്രൈഡ് റൈസ്, അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ വേറെ പരിപാടികൾക്കൊന്നും ഇരുന്നില്ല. എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ആവശ്യമായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് സ്കൂളിലൊക്കെ പോയിരുന്ന് ആകെ ഒരു ക്ഷീണമായി. പുറത്ത് പോയി വന്നാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേറെ വലിയ താല്പര്യമില്ല എനിക്ക് ഉച്ചയ്ക്ക് ഇരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 3 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റു. ഞാൻ ആകെ ഒരു മണിക്കൂറേ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം, 4 മണിക്ക് ക്ലാസ് വിട്ട് വരുമ്പോൾ കഴിക്കാൻ. ചില ദിവസം ഞാൻ ഉണ്ടാക്കി വെക്കും, ചില ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഞാൻ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസിൽ ആണ് പാസ്ത ഉണ്ടാക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് പാസ്ത ഞാൻ എടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഈ നീളത്തിലുള്ള ഷേപ്പിലുള്ള പാസ്ത എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുക്കറിലാണ് പാസ്ത വേവിച്ചെടുക്കാറുള്ളത്. ഒരു വിസിലടിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേവ് കൂടാതെ തന്നെ കറക്റ്റ് കിട്ടാറുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഈ ഫ്രൈഡ് റൈസോ ന്യൂഡിൽസോ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലോ അങ്ങനത്തെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒരു മണം നിൽക്കും. ഒരു വിസിലടിച്ചു. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇത്തിരി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രഷർ കളയുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ നമ്മൾ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ക്യാരറ്റ്, പിന്നെ ഒരു 2 ബീൻസ് ചോപ്പ് ചെയ്തത്, അതോടൊപ്പം തന്നെ പച്ച പട്ടാണി, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പട്ടാണിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി വെജിറ്റബിൾസ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും വൈറ്റ് സോസിൽ നമ്മൾ പാസ്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വെജിറ്റബിളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ മക്കളെ എങ്ങനെയെങ്കിലും വെജിറ്റബിൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്തിരി വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കുക. അത് കരിഞ്ഞൊന്നും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു പച്ചക്കുത്തുമാരി മാറി പോണ വരെ ഒന്ന് മിക്സ് ചെയ്ത് ഈ കാണുന്ന രീതിയിലാക്കിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാല്, പശുവും പാലാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് ഇത് ചേർത്ത ശേഷം പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ മൈദ ചേർത്തേക്കണതുകൊണ്ട് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ളൊരു കട്ടിയായി നമുക്ക് തോന്നും. കണ്ടില്ല, ഈ രീതിയിൽ കട്ടിയായി വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ആകെ 3 പൊടികൾ നമുക്ക് ചേർക്കേണ്ട കാര്യമുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുത്തിപ്പൊടിച്ച മുളകുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തിരി ഒറിഗാനോ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അത് കയ്യിലുണ്ടെങ്കിൽ, അത് ചേർത്താലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സിങ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, കാരണം അത് അടി പിടിക്കാതിരിക്കാനാണ്. ഞാനൊരു ഇങ്ങനത്തെ സെറാമിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എനിക്ക് എരിവ് കുറച്ച് കുറവ് പോലെ തോന്നി. അതോടൊപ്പം തന്നെ ഉപ്പും കുറവ് തോന്നി. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ എരിവിന് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തു. അപ്പോൾ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പല ഷേപ്പിലും പാസ്ത കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റിബൺ ബോ പോലത്തെ ഷേപ്പിലൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ വളഞ്ഞ ഷേപ്പിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതൊത്തിരി വലുപ്പത്തിലുള്ള പാസ്തയാണ്, നീളം നന്നായിട്ട് കൂടുതലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന പോലെയാണ് മതിയാവും. നമുക്ക് അത്രയും മതിയാവും അത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ ഇത് ഡബിളായി, കണ്ടില്ല, ഇത്രയും ഡബിളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഓഫ് ചെയ്യുകയാണ്. അവർ വരണ ടൈം ആവാറായപ്പോഴാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് അവർ കുളിച്ച് ഫ്രഷായി വന്നാൽ ഇത് കഴിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഒന്നും കൂടി നേരിതായിട്ടൊന്നത് ചൂടാക്കുന്നുണ്ട്. കാരണം ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്, ആ സോസും ഒക്കെ മിക്സായിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇത് ഇങ്ങനെ നമുക്ക് കഴിക്കാം. ചിലർ ഇതിൻ്റെ കൂടെ സൈഡിൽ ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് കഴിക്കും. എനിക്കതിനോട് താല്പര്യമില്ല. ഇവരും അങ്ങനെ കഴിക്കാറില്ല. ഇവർ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് പാസ്ത പല രീതിയിൽ ഉണ്ടാക്കാം. ഇത് വൈറ്റ് സോസിൽ ഉണ്ടാക്കിയതിന് പകരം നമുക്ക് നമ്മുടെ രീതിക്ക് മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി. അത് ഗരം മസാലയൊക്കെ ചേർത്ത് അങ്ങനെ കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള വേറൊരു വേർഷൻ, മസാലയുള്ള വേർഷൻ, അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ കുട്ടികൾക്ക് കുറച്ച് ഇങ്ങനത്തെ മോഡലിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് സോസിലുള്ള പാസ്ത.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ അവർ കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒരു 1 അവർ കളിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു 6 മണിയൊക്കെ 6:30 ആകുമ്പോഴേക്കും പഠിക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ അവരുടെ കയ്യിൽ പാവക്കുട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു ഇത് കയറിയിരിക്കുന്നത് പാവക്കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കട്ടിൽ അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഞാൻ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഡോൾ ഹൗസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോൾ ഹൗസിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ അത് നോക്കി വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുഞ്ഞു ബോക്സ് ഉപയോഗിച്ചിട്ട് ഇത്തിരി വലിയ ബോക്സൊക്കെ വേണ്ടി വരും. കാരണം ബാർബിക്ക് ആകുമ്പോൾ ഇത്തിരി കൂടി വലിയതൊക്കെ വേണ്ടേ. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ടോയ്സൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ കളിക്കുന്നത്. അപ്പോൾ ഒരു 6:30 ആകുമ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോഴേക്കും ചിലപ്പോൾ തല്ലൂട്ടൊക്കെ ആയിട്ടുണ്ടാവും. ഈ പാവക്കുട്ടികളൊക്കെ വെച്ച് കളിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവും. ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഏജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏജ് ആയതുകൊണ്ട് 2 പേരാകുന്നതിൻ്റെ ഒപ്പത്തിനൊപ്പമായി തുടങ്ങി. ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അതുപോലെ തന്നെ അവർ തല്ലൂടുകയും ചെയ്യും. അപ്പോൾ ഞാൻ വേഗം ടൈം ഓവർന്ന് പറയും, കളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് പഠിക്കാതെന്നോളം പറയും. അപ്പോൾ വേഗം 2 പേരും തല്ല് തീരും കേട്ടോ പഠിക്കാതിരിക്കാൻ പറയുന്ന നേരത്ത്. എനിവേസ് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 6:30 ഇരുന്ന് കഴിഞ്ഞ് 8 മണി വരെയൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പ്രയർ എത്തിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇസയ്ക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അവൾ ചെയ്യാൻ ചിലപ്പോൾ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ TV കാണാനായിട്ടാണ് സാധാരണ ഇരിക്കാറ്. ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ശരിക്കും അവർക്ക് വീട്ടിൽ വന്ന് അധികം സമയമില്ല. കുറച്ച് നേരം നമ്മളോടൊക്കെ സംസാരിച്ചിരുന്ന് ഇത്തിരി കളിച്ച് പഠിച്ച് വരുമ്പോഴേക്കും പിന്നെ നെക്സ്റ്റ് ഡേയുടെ സ്റ്റാർട്ടിങ് ആയി. അപ്പോൾ എല്ലാ ദിവസവും ഒരേ ഒരു റുട്ടീനാണ് കുട്ടികൾക്ക്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡെയിലി ബേസിൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു കഥ വായിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ പോണത്. പെപ്പ പിഗ് സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ വായിക്കുന്നത്. ഈ ബുക്കിൻ്റെ ഉള്ളിൽ കുറച്ച് റോസ് കളർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൃത്തികേടായിട്ടുണ്ട്, സോറി. അപ്പോൾ നമുക്ക് കഥ വായിക്കാം. പെപ്പ ആൻഡ് her friends are going on a school bus trip. Is everyone here? says Madam Gazelle. Yes, they say. Everyone loves school trips. Where are we going for our trip? says Peppa. We are going to the mountains, says Madam Gazelle. Hooray! Everyone says. They all look out as they go. The bus is going to the top of a big mountain. It is very high up. Come on, bus, says Peppa. Up, up, up they go. The children sing a song as they go. The bus gets to the top and everyone gets out. Come and look at the big mountains, says Madam Gazelle. Peppa looks at the mountains. She is very high up. Wow, she says. Everyone hears, wow, wow, wow. What was that? says Peppa. That was an echo, says Madam Gazelle. It is what you hear when you call out up in the mountains. Come on, everyone, says Peppa. We can all make an echo. The children call out, wow! They can hear, wow, wow, wow. Everyone loves echoes. Come on, children, says Madam Gazelle. It is time for our picnic. Hooray! says everyone. Where are the ducks? says Peppa. They love it when we have picnics too. Peppa and her friends look out for the ducks. Here come the ducks. Hooray, says Peppa. Quack, 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 says the ducks. Come here, ducks, says Madam Gazelle. Yes, come to a picnic, ducks, says Peppa. Then the ducks have a big picnic too. It's time to go back to school. The children get in the bus. Then they sing a song as they go back down the mountain. Everyone loves school trips. അപ്പോൾ ഇന്നത്തെ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇതേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടതിൽ ഫുള്ള് വരച്ചൊക്കെ ഇട്ട് വെച്ചു. എനിക്ക് ബുക്കിൽ ഇങ്ങനെ വരയ്ക്കണത് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് അറിയാതെയൊക്കെ അവൾ വരച്ചൊക്കെ വെച്ചത് ഓരോന്ന്. ഇപ്പം അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.